എല്ലാവർക്കും ടെക്ലേ മലത്തിലെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റെഡ്മി നോട്ട് 14 നമ്മുടെ സാംസങ് ഗാലക്സി M35 നമ്മൾ കമ്പാരിസൺ ആണ്. M35 നമുക്കറിയാം അണ്ടർ 20Kയിലെ ബെസ്റ്റ് സ്മാർട്ട് ഫോൺസിൽ ഒന്നാണ്. നമുക്ക് പുതിയ റെഡ്മി നോട്ട് 14 ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നും ഇത് ഏത് ഫോൺ എടുക്കണമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് 14 ഇച്ചിരി ന്യൂവർ ഡിസൈനാണ്, ഇച്ചിരി ഐ പ്ലേസിംഗ് ഡിസൈനാണ്. പിന്നെ 8 മില്ലിമീറ്റർ ആണ് തിക്നെസ് വരുന്നത്, 190 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്, പ്ലാസ്റ്റിക് ബാക്ക്, പ്ലാസ്റ്റിക് ഫ്രെയിം, IP64 റേറ്റിംഗ് വരുന്നുണ്ട്. M35 ഡിസൈൻ നമ്മൾ നോക്കുവാണെങ്കിൽ ടിപ്പിക്കൽ സാംസങ് ഡിസൈൻ ആണ്, നമുക്ക് കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഡിസൈനാണ്. 9.1 മില്ലിമീറ്റർ ആണ് തിക്നെസ് വരുന്നത്. തിക്നെസ് ഇത്തിരി കൂടിയ ഫോണാണ്. 222 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്, പ്ലാസ്റ്റിക് ബാക്ക്, പ്ലാസ്റ്റിക് ഫ്രെയിം. പിന്നെ IP റേറ്റിംഗ് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ നമുക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഇവിടെ വരുന്നത്. ഡിസൈൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ റെഡ്മി ആണ്. പിന്നെ പേഴ്സണൽ പെർസ്പെക്റ്റീവ് തന്നെയാണ് ഡിസൈൻ്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇച്ചിരി തിക്കറും ഇത്തിരി വെയിറ്റ് കൂടിയ ഫോണാണ് M35. അത് നിങ്ങൾ ഓർക്കുക, ഇച്ചിരി വെയിറ്റ് കൂടിയ ഫോണാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡിസ്പ്ലേ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് 14 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് 120 ഹെർട്സിൻ്റെ 8-bit ആമോലെഡ് പാനലാണ് വരുന്നത്. 2100 നിറ്റ്സ് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സ് ആണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരിക. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ. അതേസമയം M35 6.6 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് 120 ഹെർട്സിൻ്റെ 8-bit സൂപ്പർ ആമോലെഡ് പാനലാണ് വരുന്നത്. 1000 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേഞ്ചിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് ആണ് പ്രൊട്ടക്ഷൻ വരുന്നത്. ഡിസ്പ്ലേ ഓൾമോസ്റ്റ് സിമിലർ ആണ് രണ്ടും. പിന്നെ റെഡ്മിയുടെ ഡിസ്പ്ലേ ഇച്ചിരി ബ്രൈറ്റർ ആണ്, അതാണ് ഒരു ഡിഫറൻസ് ഉള്ളത്. അല്ലാണ്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പ്രൊട്ടക്ഷൻ്റെ കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ സാംസങ് ആണ് ബെറ്റർ. നമുക്ക് ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് ആണ്. പിന്നെ അഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം, നമുക്ക് റെഡ്മി നോട്ട് 14 നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. അതേസമയം M35 സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. ശരിക്കും അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ രീതിയിൽ പറഞ്ഞാൽ എനിക്കിഷ്ടം സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ തന്നെയാണ്. കാരണം നമുക്ക് ഫോൺ എടുക്കുമ്പോൾ, നമ്മൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ തള്ളവിരൽ വന്ന് വീണത് ശരിക്കും സൈഡിലാണ്. അത് വെച്ച് നോക്കുവാണെങ്കിൽ ഉപയോഗിക്കാൻ എളുപ്പവും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ ഫീച്ചറാണ്, പുതിയ ഫീച്ചേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഒരു അഡ്വാൻറ്റേജ് വേണമെങ്കിൽ പറയാം റെഡ്മി നോട്ട് 14. ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോൺസിലും ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. രണ്ടിലും ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ റെഡ്മി നോട്ട് 14 ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ശരിക്കും. മൾട്ടിമീഡിയ സൈഡ് സ്ലൈറ്റ്ലി നമുക്ക് റെഡ്മി നോട്ട് 14 പോവും. എന്നാലും വലിയ ഡിഫറൻസ് ഇല്ല എന്നാലും. പിന്നെ പെർഫോമൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ റെഡ്മി നോട്ട് 14 നമുക്ക് ഡൈമെൻസിറ്റി 7025 അൾട്രയാണ് വരുന്നത്. 6 നാനോമീറ്റർ TSMC മാനുഫാക്ചറിംഗ് പ്രോസസ്സറാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. അതിൻ്റെ സ്പെക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ ഹൈബ്രിഡ് കാർഡ് സ്ലോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 2 സിം അല്ലെങ്കിൽ 1 സിം അല്ലെങ്കിൽ SD കാർഡ് ഇടാൻ പറ്റും, അങ്ങനെയാണ്. അതേസമയം നമ്മുടെ M35 ആണെങ്കിൽ നമുക്ക് Exynos 1380 ആണ് വരുന്നത്. 5 നാനോമീറ്റർ സാംസങ് മാനുഫാക്ചറിംഗ് പ്രോസസ്സറാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. സ്പെക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഹൈബ്രിഡ് കാർഡ് സ്ലോട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് രണ്ടിൽ ഏതാണ് ബെറ്റർ നമുക്ക് നോക്കുവാണെങ്കിൽ ഒബിയസ്ലി M35 തന്നെയാണ് ഫാസ്റ്റർ ഫോൺ. കാരണം ആൻറ്റി സ്കോർ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ റെഡ്മി നോട്ട് 14 നോക്കുവാണെങ്കിൽ ടോട്ടൽ 4,88,915 ആണ്. CPU 1,61,084, GPU 77,821. BGMI നമുക്ക് കിട്ടുന്നത് സ്മൂത്ത് പ്ലസ് അൾട്ര ആണ് വരുന്നത്. നമ്മൾ സാംസങ് ഗാലക്സി M35 നോക്കുവാണെങ്കിൽ ടോട്ടൽ സ്കോർ 5,96,626 ആണ്. CPU 1,90,017, GPU 1,35,775 ആണ്. നമുക്ക് BGMI സെറ്റിംഗ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ സ്മൂത്ത് പ്ലസ് എക്സ്ട്രീം ആണ്. ഗെയിമിങ്ങിനും ഓവറോൾ ഡേ ടു ഡേ ടാസ്കും ഒക്കെ ബെറ്റർ ആയിട്ട് എടുക്കുന്നത് സാംസങ് ഗാലക്സി M35 ആണ്. പെർഫോമൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് M35 പോകണമായിരിക്കും ഇച്ചിരി ബെറ്റർ. ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ റെഡ്മി നോട്ട് 14 ഒരു 50 മെഗാ പിക്സലിൻ്റെ f1.5 ആപ്സ് വരുന്ന സോണി ലിറ്റിയ 600 ആണ് പ്രൈമറി സെൻസർ വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1080p 30fps മാക്സ് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെക്കൻഡറി നമുക്ക് 8 മെഗാ പിക്സൽ f2.2 അൾട്രാവൈഡ് വരുന്നുണ്ട്. 1080p 30fps. പിന്നെ 2 മെഗാ പിക്സൽ മാക്രോ. പിന്നെ സെൽഫി ആണെങ്കിൽ നമുക്ക് 20 മെഗാ പിക്സൽ f2.2 സെൽഫി 1080p 30fps. അതേസമയം സാംസങ് ഗാലക്സി M35 ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൈമറി ഒരു 50 മെഗാ പിക്സൽ f1.8 ആപ്സ് വരുന്ന പ്രൈമറി സെൻസർ വരുന്നുണ്ട്. നമുക്ക് OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് മാക്സിമം 4K 30fps റെക്കോർഡ് ചെയ്യാൻ പറ്റും. സെക്കൻഡറി നമുക്കൊരു 8 മെഗാ പിക്സൽ f2.2 അൾട്രാവൈഡ് 1080p 30fps, 2 മെഗാ പിക്സൽ മാക്രോ. സെൽഫി നമുക്കൊരു 13 മെഗാ പിക്സൽ f2.2 സെൽഫി ക്യാമറ 4K 30fps. ക്യാമറ നമ്മൾ സ്പെക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്നത് സാംസങ്ങിൻ്റെ തന്നെയാണ്. കാരണം നമുക്ക് 4K 30fps നമുക്ക് പ്രൈമറി സെൻസറിലും കിട്ടും, സെൽഫി ക്യാമറയിലും കിട്ടും. പിന്നെ സാംസങ്ങിൻ്റെ ഓവറോൾ ഒപ്റ്റിമൈസേഷൻ കാര്യങ്ങളൊക്കെ റെഡ്മിനേക്കാളും ഇത്തിരി ബെറ്റർ ആണ്. കാരണം റെഡ്മിക്കൊരു കോൺട്രാസ്റ്റ് കൂടി ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. കാരണം ചില കാര്യങ്ങളൊക്കെ ഡാർക്ക് ആക്കി കളയും. ചില ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഡാർക്ക് ആവും.
ഇച്ചിരി ക്രഷ് എന്താ പറയുക ഡാർക്കിനെ ക്രഷ് ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്, ഷാഡോസൊക്കെ ക്രഷ് ചെയ്യുന്നൊരു ടെൻഡൻസി നമുക്ക് റെഡ്മിക്കുണ്ട്. അപ്പോൾ സാംസങ് അങ്ങനെയല്ല, സാംസങ്ങിൻ്റെ ഫോട്ടോസ് ഇച്ചിരി പ്ലീസിങ് ആണ്. പിന്നെ പോർട്രേറ്റ് ഫോട്ടോസ് ആയാലും ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്നത് സാംസങ് തന്നെയാണ്. ബാറ്ററി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ റെഡ്മി നോട്ട് 40 നമുക്ക് 5110 mAh ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ട് ചാർജർ ബോക്സിൽ കിട്ടും. 0 to 100% ഒരു മണിക്കൂർ ഉണ്ടാവും. അതേസമയം നമ്മുടെ സാംസങ് ഗാലക്സി M35 ആണെങ്കിൽ ഒരു വലിയ ബാറ്ററിയാണ്. അതാണ് ആ വെയിറ്റ് കൂടാൻ കാരണം. 6000 mAh ബാറ്ററി വരുന്നുണ്ട്. 25 വാട്ട് ചാർജർ സപ്പോർട്ട് ചെയ്യും, പക്ഷേ ബോക്സിൽ കിട്ടൂല. സോ പുറത്ത് വാങ്ങിക്കണം. അതിനേതാണ്ട് 1000 രൂപ എങ്ങാണ്ടാണ് പ്രൈസ് വരുന്നത് സാംസങ്ങിൻ്റെ തന്നെ ആണെങ്കിൽ. 0 to 100% ഒരു 1.5 മണിക്കൂറുണ്ടാവും. സോ ബാറ്ററി ലൈഫാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ബെറ്റർ നമുക്ക് സാംസങ് ഗാലക്സി M35 തന്നെയാണ്. 25 വാട്ട് ചാർജർ അതിൻ്റെ എക്സ്ട്രാ മേടിക്കേണ്ടി വരും, കാരണം 1000 രൂപ കൂടി ആവും. ഇപ്പോൾ ഓൾറെഡി ചാർജർ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് ഉപയോഗിക്കാനായിരിക്കും ഇച്ചിരി നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് ചാർജർ ഒന്നും ഉപയോഗിക്കരുത്, നല്ല റെഡ്മിയുടെയോ അല്ലെങ്കിൽ റിയൽമിയുടെ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാകത്തില്ല. നമ്മളിനി കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റെഡ്മി നോട്ട് 14 7 5G ബാൻഡാണ് വരുന്നത്. വൈഫൈ 5 ആണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.3 ഹൈബ്രിഡ് കാൾ സ്ലോട്ട് വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. 3.5mm ജാക്ക് വരുന്നുണ്ട്. USB Type-C 2.0. അതേസമയം സാംസങ് ഗാലക്സി M35 ആണെങ്കിൽ 8 5G ബാൻഡാണ് വരുന്നത്. വൈഫൈ 6 ആണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.3 വരുന്നുണ്ട്. ഹൈബ്രിഡ് കാൾ സ്ലോട്ട് ഇവിടെയും വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ NFC കിട്ടും. പിന്നെ USB Type-C 2.0. സോ നമുക്ക് അവിടെ IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ വൈഫൈ 6 വരുന്നുണ്ട്, പിന്നെ NFC വരുന്നുണ്ട്. അങ്ങനെ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഹെഡ്ഫോൺ ജാക്ക് വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ശരിക്കും. NFC ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. സോ കണക്ടിവിറ്റി ഓൾമോസ്റ്റ് സിമിലറൊക്കെ തന്നെയാണ്. സോ നമ്മളിനി OS-ൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ റെഡ്മി നോട്ട് 14 ഹൈപ്പർവോയ്സ് ആണ് വരുന്നത്. Android 14 ഔട്ട് ഓഫ് ദ ബോക്സ് 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ്. പിന്നെ നമുക്ക് സാംസങ് ഗാലക്സി M35 ആണെങ്കിൽ 1 UI 6.1 ആണ്. Android 14 ഔട്ട് ഓഫ് ദ ബോക്സ്, 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും. സാംസങ്ങിൻ്റെ ഒരു ഗുണമാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് അപ്ഡേറ്റ്സ് അടിപൊളിയായിട്ട് കിട്ടും, പിന്നെ ടൈംലി ആയിട്ട് നമുക്ക് കിട്ടും. അതേസമയം റെഡ്മിയിലൊക്കെ അപ്ഡേറ്റ്സ് കിട്ടും, പക്ഷെ അത്ര ടൈമിലി ഒന്നും അല്ല. 6 മാസം 2 മാസം 6 മാസത്തെ കൊണ്ട് എന്തോ ഗ്യാപ്പിലൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. പിന്നെ ഹൈപ്പർവോയ്സ് നേരത്തെക്കാളും ഇച്ചിരി കൂടി ബെറ്റർ ഒപ്റ്റിമൈസർ ആണ് MIU ആയിട്ട് കമ്പയർ ചെയ്യുകയാണ്. എന്നാൽ പോലും 1 UI അത്രയൊന്നും വരത്തില്ല. നെക്സ്റ്റ് പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് റെഡ്മി നോട്ട് 14 നമുക്ക് 3 വേരിയൻ്റ് ആണ് വരുന്നത്. നമുക്ക് 6GB 128 19,000 രൂപ, 8GB 128 20,000 രൂപ, 8GB 256 22,000 രൂപ. അതേസമയം M35 ആണെങ്കിൽ ഇതേ 3 വേരിയൻ്റ് തന്നെയാണ് നമുക്ക് വരുന്നത്. 6GB 128 17,000 രൂപ, 8GB 128 18,500, 8GB 256 21,500. സോ ചീപ്പറാണ് എന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ചാർജർ പുറത്ത് കാണിക്കണം കേട്ടോ, അത് വേറെ കാര്യം. എന്നാൽ പോലും നമ്മുടെ 8GB 128 എടുക്കുവാണെങ്കിൽ 18,500 പ്ലസ് 1000 എന്ന് പറഞ്ഞാൽ 19,500. ഇപ്പോൾ സെയിം പ്രൈസായി, ഓൾമോസ്റ്റ് സെയിം പ്രൈസായി. എന്നാലും 500 രൂപ കുറവാണ് നമ്മുടെ റെഡ്മി ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. പിന്നെ എന്തിലൊക്കെ ബെറ്റർ നമുക്ക് നോക്കാം. നമ്മൾ ഈ 2 ഫോൺ എന്തിലൊക്കെ കാര്യങ്ങളാണ് ബെറ്റർ നോക്കാം. റെഡ്മി നോട്ട് 14 ആണെങ്കിൽ ബെറ്റർ ബിൽഡും ഡിസൈനും വരുന്നുണ്ട്. ഇച്ചിരി സ്ലിമ്മറാണ്, ലൈറ്ററാണ്. ഡിസൈൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇച്ചിരി വെറൈറ്റി ഡിസൈനാണ്. IP റേറ്റിംഗ് വരുന്നുണ്ട്. IP64 റേറ്റിംഗ് വരുന്നുണ്ട്. സ്ലൈറ്റ്ലി ബ്രൈറ്റർ ഡിസ്പ്ലേ ആണ്, കാരണം 2100 ഇഞ്ച് ബ്രൈറ്റ് വരുന്നുണ്ട് ഡിസ്പ്ലേ. 3.5mm ജാക്ക് വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. 45 വാട്ട് ചാർജർ ബോക്സിൽ കിട്ടും. അതേസമയം M35 ആണെങ്കിൽ ബെറ്റർ പെർഫോമൻസ് വരുന്നുണ്ട്, ബെറ്റർ OS ആൻഡ് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്, പിന്നെ ബെറ്റർ ക്യാമറ വരുന്നുണ്ട്, ബെറ്റർ വീഡിയോ റെക്കോർഡിംഗ് വരുന്നുണ്ട്, 6000 mAh ബാറ്ററി വരുന്നുണ്ട്, വൈഫൈ 6 വരുന്നുണ്ട്, NFC വരുന്നുണ്ട്, പിന്നെ ചീപ്പറാണ്. സോ നിങ്ങളുടെ യൂസേജ് അനുസരിച്ച് ഫോൺ എടുക്കുക. കാരണം 2 സ്മാർട്ട് ഫോൺസിൻ്റെ അഡ്വാൻറ്റേജ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, അവർ എന്ത് കാര്യത്തിലൊക്കെയാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് എന്നുള്ളത്. സോ ഞാൻ എൻ്റെ രീതി പറയുവാണെങ്കിൽ ബെറ്റർ M35 ആയിട്ട് പോകണമായിരിക്കും നല്ലത്. കാരണം പെർഫോമൻസ് ബെറ്റർ ആണ്, ഡിസ്പ്ലേ ഓൾമോസ്റ്റ് സിമിലർ ആണ്, ഓഡിയോയുടെ കാര്യത്തിലും ഓൾമോസ്റ്റ് സിമിലർ ഒക്കെ തന്നെയാണ് വരുന്നത്, ബാറ്ററി ലാർജർ ആണ്, പിന്നെ സാംസങ്ങിൻ്റെ അപ്ഡേറ്റ്സ് ബെറ്റർ ആണ്. സോ എനിക്കറിയില്ല ഈ റെഡ്മി നോട്ട് 14 എന്താണ് ഇങ്ങനെയെന്ന്. കാരണം ഒന്നിനൊരു എന്താ പറയുക, കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ റെഡ്മി നോട്ട് 14 Pro ആയിരുന്നു ചെയ്തത്. അതിലും ആ ഫോൺ ഒരു എന്താ പറയുക, ഒന്നിലും ഒരു കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അതേ ടൈപ്പ് തന്നെയാണ്. ഒന്നിലൊന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നത്, ഒന്നില്ലെങ്കിൽ പെർഫോമൻസിന് മുമ്പിൽ നിൽക്കണം, ഒന്നില്ലെങ്കിൽ ക്യാമറയിൽ മുമ്പിൽ നിൽക്കണം. അതൊന്നുമില്ല, ഒരു ആവറേജ് ഫോൺ എന്ന് വേണമെങ്കിൽ ഞാൻ പറയത്തുള്ളൂ. M35 ആണെങ്കിൽ പെർഫോമൻസ് ബെറ്റർ ആണ്, സാംസങ്ങിൻ്റെ അപ്ഡേറ്റ്സ് ബെറ്റർ ആണ്, സാംസങ്ങിൻ്റെ ക്യാമറ ബെറ്റർ ആണ്. പിന്നെ ഇങ്ങനത്തെ ഒരു ഫോണൊക്കെ സാംസങ് ഇടക്കാലത്തൊക്കെ ഇറക്കത്തുള്ളൂ കേട്ടോ. M35 പിന്നെ ഉള്ളത് M55s ഇപ്പം 21,000 രൂപയ്ക്കൊക്കെ നല്ല ഫോണാണ് ശരിക്കും പറഞ്ഞാൽ. അത് അങ്ങനത്തെ ഫോണൊക്കെ ഇടയ്ക്കേ ഇറക്കത്തുള്ളൂ. സോ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ M35 ഫോണായിരിക്കും. ഒരിക്കലും റെഡ്മി നോട്ട് 14 എടുക്കരുത്, കാരണം ഓവർ പ്രൈസിലാണ് ഈ ഫോൺ. ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 17,000 രൂപ, 16 17 ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ഫോണായിരുന്നു.
കാരണം എൻ്റെ ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ 7025 ആണ്. അറ്റ്ലീസ്റ്റ് ഒരു 7050 എങ്കിലും കൊടുക്കാമായിരുന്നു നമുക്ക് റെഡ്മി നോട്ട് 14 അതുപോലും കൊടുത്തില്ല. 7025 ഒക്കെ 15 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ചിപ്സെറ്റാണ്. 15,000 രൂപ പ്രൈസ് റേഞ്ച് വരുന്ന ഫോണുകൾക്ക് കിട്ടുന്ന ചിപ്സെറ്റാണ്. വളരെ മോശമായിപ്പോയി. കാരണം നമുക്ക് നേരത്തെ റെഡ്മി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ചിപ്സെറ്റ് വരുന്നൊരു ബ്രാൻഡായിരുന്നു. അതൊക്കെ മാറിപ്പോയി ഇപ്പോൾ സാംസങ് അതിനേക്കാളും ബെറ്റർ ആയിട്ട് ഫോൺ ഇറക്കുന്നുണ്ട്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ വീഡിയോ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.